ദ ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ പ്രേക്ഷകർക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ അഭിവാദനങ്ങൾ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ആഗ്രഹിക്കുക, അനുഗ്രഹം പ്രാപിക്കുക. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ലോകമെമ്പാടുമുള്ള എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ഈ നിമിഷങ്ങളിൽ സ്പർശിക്കണമേ. ആത്മീയ ബോധ്യങ്ങൾ വരദാനമായി നൽകണമേ. രക്ഷയുടെ വചനങ്ങൾ ഈ നിമിഷങ്ങളിൽ അങ്ങയുടെ മക്കൾക്കായി പ്രദാനം ചെയ്യണമേ. അന്ധകാരത്തിലിരിക്കുന്നവരെ പ്രകാശത്തിലേക്കും, രോഗത്തിൽ ഇരിക്കുന്നവരെ സൗഖ്യത്തിലേക്കും, തകർന്നിരിക്കുന്നവരെ ഉയർച്ചയിലേക്കും അവിടുന്ന് ആനയിക്കണമേ. യേശു കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ വലിയ വിടുതലും മാനസാന്തരങ്ങളും രോഗശാന്തികളും ലോകമെമ്പാടും ഈ നിമിഷങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു ദിവസം ഒരു കുടുംബം സഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുവാനായി കടന്നു വന്നു. ആ കുടുംബം മുഴുവൻ കണ്ണുനീരിൽ ആണ്ടുപോയൊരു കുടുംബമായിരുന്നു. അവരുടെ ദുഃഖം അവർ ഇപ്രകാരമാണ് പങ്കുവച്ചത്. കുടുംബത്തിലെ ഏക മകൻ കല്യാണം കഴിഞ്ഞ് 2 മാസം ഈ നാട്ടിൽ താമസിച്ചതിന് ശേഷം സൗദി അറേബ്യയിൽ ജോലിക്കായി പോയി. ഭാര്യ തൊടുപുഴയ്ക്ക് അടുത്തുള്ള ഒരു ഹൈസ്കൂളിലെ സ്റ്റാഫാണ്. ഭർത്താവ് സൗദിയിലേക്ക് പോയതിന് ശേഷം 2 മാസം കൂടെ പിന്നിട്ടു. അപ്പോൾ ഉദരത്തിൽ ഒരു വേദന. അവിടെ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ വിശദമായി പരിശോധന നടത്തി. ലെഫ്റ്റ് ഓവറിയിൽ ഒരു മുഴ, ക്യാൻസറസ് ആയ ഒരു മുഴ. പെട്ടെന്ന് തന്നെ ഓപ്പറേറ്റ് ചെയ്ത് അത് നീക്കം ചെയ്തു. വീണ്ടും ജോലിക്ക് പോയി. 2 മാസം കൂടെ കഴിഞ്ഞപ്പോൾ വീണ്ടും വയറ്റിലൊരു വേദന. അപ്പോൾ വീണ്ടും ഡോക്ടറെ കാണിച്ചു. അവർ പറഞ്ഞു അത് റൈറ്റ് ഓവറിയിലേക്കും മുഴ വന്നു, ക്യാൻസർ രോഗം ബാധിച്ചിരിക്കുന്നു. ഉടനെ അവിടെ വേണ്ടപ്പെട്ട പരിശോധനകളെല്ലാം നടന്നപ്പോൾ അവിടെ നിന്ന് തൃശ്ശൂർ അമല ഹോസ്പിറ്റലിലേക്ക് ചെക്കപ്പിനായി പറഞ്ഞയച്ചു. തൃശ്ശൂർ അമല ഹോസ്പിറ്റലിൽ ചെക്കപ്പ് ചെയ്തപ്പോഴും ഈ ക്യാൻസർ ഗ്രോത്ത് അവിടെ പ്രബലപ്പെട്ടിരിക്കുന്നതായി തെളിഞ്ഞു. അങ്ങനെ ആ കുടുംബം മുഴുവൻ ദുഃഖത്തിലായി. സൗദിയിലുള്ള ഭർത്താവിന് വിവരം അറിയിച്ചു. ഭർത്താവും കുടുംബമെല്ലാം വളരെ കണ്ണുനീരിലായി. ഈ സമയത്തിനുള്ളിൽ അവർ പലതരത്തിൽ അതിനുള്ള സൗഖ്യത്തിനു വേണ്ടി പരിശ്രമിച്ചു. എല്ലാം പരാജയപ്പെട്ടു. ഇപ്പോൾ ഏതാണ്ട് 8 മാസമായി. ഡിസംബർ മാസം 4-ാം തീയതിയാണ് ഈ കുടുംബം കണ്ണുനീരോടെ വരുന്നത്. അവർ പറഞ്ഞു, അച്ഛാ, വിവാഹം കഴിഞ്ഞിട്ട് 8 മാസമേ ആയിട്ടുള്ളൂ. എൻ്റെ കുടുംബത്തിലെ ഏക സന്താനമാണ് ഇവൻ. ഇതാ ഇവന്റെ ഭാര്യയുടെ ഗർഭപാത്രം നീക്കം ചെയ്യണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. ഓവറിയിലുള്ള ക്യാൻസർ ഇപ്പൊ ഗർഭപാത്രത്തിലേക്ക് വ്യാപിച്ചു. തൃശൂർ ജൂബിലി മെഡിക്കൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പരിശോധന നടത്തി. അവിടെയും ഡോക്ടർമാർ പറഞ്ഞു, ഇത് ക്യാൻസർ സംബന്ധമായ രോഗമാണ്, ഇത് ഗർഭപാത്രത്തിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞു, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം, കീമോതെറാപ്പി ആരംഭിക്കണം. അപ്പോൾ ഈ സഹോദരിക്ക് ഭയങ്കരമായ സങ്കടമായി. കീമോതെറാപ്പി എടുത്തു കഴിയുമ്പോൾ മുടി കൊഴിഞ്ഞു പോകും, പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകും, മനസ്സ് തളർന്നു. അപ്പോൾ എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പ് നടത്തി. അവിടെയും ഡോക്ടർ പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണം, ക്യാൻസർ വളരെ ഫാസ്റ്റായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഗർഭപാത്രം എടുത്തു കളയാതെ വേറെ ഒരു മാർഗവും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ തൃശ്ശൂർ ഡോക്ടർ അമൃത ഹോസ്പിറ്റലിലേക്ക് അവിടെയുള്ള ഡോക്ടർക്ക് കത്ത് കൊടുത്തയച്ചു. അങ്ങനെ ഇവർ അമൃത ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. അമൃത ഹോസ്പിറ്റലിൽ അവർ പറഞ്ഞു, ഓപ്പറേഷൻ മാറ്റിവെക്കാൻ ഒരു മാർഗവും ഇല്ല, കാരണം ഗർഭപാത്രത്തിൽ ക്യാൻസർ അതിവേഗം പടർന്നുകൊണ്ടിരിക്കുകയാണ്, ഗർഭപാത്രം എടുത്തു കളയണം. അമല ഹോസ്പിറ്റലിലും തൃശ്ശൂർ ജൂബിലി മെഡിക്കൽ ഹോസ്പിറ്റലിലും അതുപോലെ അമൃത ഹോസ്പിറ്റലും ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, 4 ഹോസ്പിറ്റൽ, കേരളത്തിലെ പ്രമുഖമായ 4 ഹോസ്പിറ്റലുകളിലും ഡോക്ടർമാർ ഒരേ അഭിപ്രായം പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ യാതൊരു മാർഗവും ഇല്ല. കല്യാണം കഴിഞ്ഞ് 8 മാസമേ ആയിട്ടുള്ളൂ. കുടുംബത്തിലെ ഏക സന്താനമാണ് ഇവൻ. അവര് വളരെ കണ്ണുനീരിലാണ്ട്. ഞങ്ങളുടെ കുടുംബം എങ്ങനെ രക്ഷ പ്രാപിക്കുമെന്ന് അറിയാതെ അവർ വളരെ കണ്ണുനീരിൽ ആണ്ടുപോയി.
അങ്ങനെ വേദനിച്ചിരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ മാസം 4-ാം തീയതി ശനിയാഴ്ച അവർ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്നത്. അവരങ്ങനെ സെഗിയോൻ ധ്യാന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇന്നിവിടെ ധ്യാനം ഇല്ല, ഇവിടെ പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല. അവർ പറഞ്ഞു, അച്ഛാ ആ ധ്യാന കേന്ദ്രത്തിനുള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ ഒരു അനുവാദം തരാമോ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നിട്ട് ധ്യാനമില്ല, വേറെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, നിങ്ങൾക്ക് നിരാശ തോന്നില്ലേ? അവർ പറഞ്ഞു, വേണ്ട, ഞങ്ങൾക്ക് അതിനുള്ളിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അങ്ങനെ ഡിസംബർ 4-ാം തീയതി ശനിയാഴ്ച 4 മണി ആയപ്പോൾ അവരെത്തിച്ചേർന്നു. അവര് ആ കുടുംബം മുഴുവനും, അപ്പനും അമ്മയും മക്കളും 4 പേരാണ്, ആ കുടുംബം മുഴുവനും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. കണ്ണുനീരോടെ ധ്യാന കേന്ദ്രത്തിൽ യേശുവിനെ വിളിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. കുറെ നേരം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ അവരുടെ പക്കലേക്ക് ചെന്നു. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. വളരെ തകർന്നൊരു സാഹചര്യം. അവർ പറഞ്ഞു, അച്ഛാ, വീട്ടിൽ ശ്മശാന മൂകതയാണ്, ആരും ഭക്ഷണം കഴിക്കുന്നില്ല, ആരും മിണ്ടുന്നില്ല, കുടുംബം വീട്ടിൽ ശ്മശാന മൂകത, ദിവസങ്ങളായി മിണ്ടാട്ടം ഇല്ലാതെയായിട്ട് കുടുംബത്തിൽ മുഴുവൻ കണ്ണുനീരാണ്. ആ കണ്ണുനീരോട് ചേർന്ന് ഞാനും ദൈവത്തെ നിലവിളിച്ചു. അപ്പോൾ കർത്താവ് എനിക്കൊരു സന്ദേശം തന്നു. ഓപ്പറേഷൻ നിർബന്ധമായും ആവശ്യമാണ്. ഈ വ്യക്തിയുടെ രോഗപീഠ ഗർഭപാത്രം എടുത്തുകളെ ഓപ്പറേഷൻ കർത്താവ് ആത്മീയമായ ഒരു സന്ദേശം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ പറഞ്ഞു, ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല, ദൈവം ഓപ്പറേഷൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞു പറഞ്ഞു, അച്ഛാ, അതല്ലാതെ ഒരു വഴിയില്ലേ, ദൈവത്തിന് ഞങ്ങളെ സൗഖ്യപ്പെടുത്താൻ പറ്റും. വീണ്ടും അവർ പൊട്ടിക്കരഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ആഗ്രഹം പോലെ നിങ്ങൾക്ക് സംഭവിക്കും, നിങ്ങൾ പ്രാർത്ഥിക്കും. അങ്ങനെ വീണ്ടും അവരെ സെഗിയോൻ ധ്യാനകേന്ദ്രത്തിലെ ക്രൂശിത രൂപത്തിന്റെ ചുവട്ടിലേക്ക് കൊണ്ടുവന്നു. ക്രൂശിത രൂപത്തിന്റെ ചുവട്ടിൽ അവർ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞാനും അവർക്ക് വേണ്ടി കണ്ണുനീരോടെ അവരുടെ പ്രാർത്ഥനയിൽ പങ്കുചേർന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാ ഡോക്ടർമാരും അവർക്ക് ഓപ്പറേഷൻ അല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് നിർദ്ദേശം കൊടുത്തിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് നൽകിയ സന്ദേശം അങ്ങനെ തന്നെയാണ്. പക്ഷെ അവരുടെ വിശ്വാസം അവർ കൈവിട്ടില്ല. അവർക്ക് അതിശക്തമായ ഒരാഗ്രഹം ഉണ്ടായിരുന്നു, കർത്താവ് എന്നെ സുഖപ്പെടുത്തണം, കർത്താവിനെ സുഖപ്പെടുത്താൻ പറ്റും, കർത്താവ് എന്നെ സുഖപ്പെടുത്തണം. അതിശക്തമായ ആഗ്രഹത്തോടെ അവർ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ ക്രൂശിത രൂപത്തിന് മുന്നിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ഞാനും അവർക്ക് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിച്ചു. അപ്പോൾ കർത്താവ് എനിക്ക് വീണ്ടും ഒരു സന്ദേശം തന്നു. അവരുടെ ആഗ്രഹം പോലെ അവർക്ക് ഭവിക്കട്ടെ, നിന്റെ ആഗ്രഹം പോലെ നടക്കുമെന്ന് പറയാൻ സന്ദേശം തന്നു. ഞാൻ അവരോട് പറഞ്ഞു, കർത്താവ് വേറൊരു സന്ദേശം തരുന്നു. ഓപ്പറേഷനാണ് എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നതെങ്കിലും കർത്താവ് ഇപ്പോൾ സന്ദേശം തരുന്നു, ഓപ്പറേഷൻ ഒരു 15 വർഷത്തേന് നീട്ടിവെക്കാൻ. അങ്ങനെ അവർ വീണ്ടും കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അന്ന് സായാഹ്നത്തിൽ അവരിവിടുന്ന് സെഗിയോൻ ധ്യാനകേന്ദ്രം വിട്ടു പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനി എന്തു തന്നെ പറഞ്ഞാലും ശരി, എന്തു തന്നെ പറഞ്ഞാലും ശരി, ഓപ്പറേഷന് മുമ്പ് ഡിസംബർ 6-ാം തീയതി ഓപ്പറേഷൻ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. ഡിസംബർ 6-ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്തിട്ടേ ഓപ്പറേഷന് വേണ്ടി സമ്മതിക്കാവൂ. അങ്ങനെ അവർ ഡിസംബർ 6-ാം തീയതി ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ഓപ്പറേഷന് മുമ്പ് അവർ വീണ്ടും പറഞ്ഞു, എല്ലാം ആദ്യം തൊട്ട് ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യണം. അവർ പറഞ്ഞു, 4 ഹോസ്പിറ്റലിൽ കഴിഞ്ഞ ആഴ്ച ചെക്കപ്പ് ചെയ്തതിന്റെ ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ടല്ലോ, ഇനി വീണ്ടും ചെക്കപ്പ്. അവർ പറഞ്ഞു, ഒന്നും കൂടെ ചെക്കപ്പ് ചെയ്യണം. അങ്ങനെ വീണ്ടും ഓപ്പറേഷന് തൊട്ട് മുമ്പ് ചെക്കപ്പ് നടത്തി. ചെക്കപ്പ് നടത്തിയപ്പോൾ ഡോക്ടർ വളരെ അത്ഭുതത്തോടെ ഈ കുടുംബത്തിന് നൽകിയ റിപ്പോർട്ട് പ്രകാരമാണ് ഓപ്പറേഷൻ ആവശ്യമായ ആ രോഗപീഠ ഇപ്പോൾ കാണാനില്ല.